നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭാരതത്തിന് മോദിയുടെ ഒരു ഒന്നൊന്നര വിഷുക്കൈ നേട്ടം തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അമേരിക്കയിലെ മുൻനിര ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു. വെറുതെ വരുന്നതല്ല, നരേന്ദ്രമോദി സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് ഭാരതത്തിൽ 24,000 കോടി രൂപയുടെ ഇലക്ട്രിക് കാർ പ്ലാന്റ് സ്ഥാപിക്കാനാണ് ഇലോൺ മസ്ക് വരുന്നത്. അധികം വൈകാതെ തന്നെ ടെസ്ലയുടെ ഒരു സംഘം ഇന്ത്യ സന്ദർശിക്കുമെന്നും കമ്പനിയുടെ പ്ലാന്റിനായി സ്ഥലം അന്വേഷിക്കും എന്നുമാണ് റിപ്പോർട്ട്. പ്ലാന്റിനായുള്ള സൈറ്റുകൾ പഠിക്കാൻ ടെസ്ല ഏപ്രിൽ അവസാനത്തോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു ടീമിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. $2 ബില്യൺ മുതൽ $3 ബില്യൺ വരെയുള്ള പദ്ധതികൾക്കാണ് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നത്. കമ്പനിയുടെ ഫാക്ടറിക്ക് ഇവിടെ ഭൂമി കണ്ടെത്തുന്നതിന് ഈ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്ഥലം കമ്പനി വളരെ ശ്രദ്ധാപൂർവം പഠിക്കുകയാണെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല എങ്കിലും ടെസ്ല ഫാക്ടറിയുടെ സാധ്യതയുള്ള പട്ടികയിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ ഓട്ടോമോട്ടീവ് ഹബ്ബുകളുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അടുത്തിടെ രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് പുതിയ നയം തയ്യാറാക്കിയിരുന്നു. ഈ നയമനുസരിച്ച് കുറഞ്ഞത് $500 ദശലക്ഷം നിക്ഷേപിക്കുകയും പ്രാദേശിക ഉൽപ്പാദനം നടത്തുകയും ചെയ്യുന്ന കമ്പനികൾക്ക് ഇറക്കുമതി തീരുവയിൽ ഇന്ത്യ ഇളവ് നൽകുന്നുണ്ട്. മത്സരം ചൂടുപിടിക്കുന്ന സമയത്ത് ടെസ്ലയുടെ ആദ്യപാദ ഡെലിവറികളിൽ ഇടിവുണ്ടാകാനും എസ്റ്റിമേറ്റ് നഷ്ടപ്പെടാനും കാരണമായതിന് പിന്നാലെയാണ് ഇന്ത്യയിലേക്ക് മസ്ക് എത്തുന്നത്. US-ലെയും ചൈനയിലെയും പ്രധാന വിപണികളിൽ EV ഡിമാൻഡ് മന്ദഗതിയിലായതും ഒരു കാരണമാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ ഓട്ടോമോട്ടീവ് ഹബ്ബുകളുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ EV നിർമ്മാതാവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. കുറഞ്ഞത് $500 മില്യൺ നിക്ഷേപിക്കാനും 3 വർഷത്തിനുള്ളിൽ ആഭ്യന്തര ഉൽപ്പാദനം ആരംഭിക്കാനും പ്രതിജ്ഞാബദ്ധരായ വാഹന നിർമ്മാതാക്കൾ നിർമ്മിക്കുന്ന ചില EVകളുടെ ഇറക്കുമതി നികുതി ഇന്ത്യ കഴിഞ്ഞ മാസം കുറച്ചിട്ടുണ്ട്. ഇത് വിപണിയിലെ ടെസ്ലയുടെ പദ്ധതികളെ ശക്തിപ്പെടുത്തുന്നതിനായി കാണപ്പെടുന്നു. കമ്പനി വർഷങ്ങളായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പ്രാദേശിക ഉൽപ്പാദനത്തിൽ പ്രതിബദ്ധത വേണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ EV വിപണി ചെറുതും എന്നാൽ വളരുന്നതുമാണ്. ഇതിൽ മുന്നിൽ ആഭ്യന്തര കാർ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സാണ്. 2023 ഇന്ത്യയിലെ മൊത്തം കാർ വിൽപ്പനയുടെ 2% EVകളായിരുന്നു. 2030ഓടെ ഇത് 30% സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ വിപണിയിലേക്കുള്ള ടെസ്ലയുടെ പ്രവേശനം കൂടുതൽ EV നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും പ്രാദേശിക വാഹന പാർട്സ് നിർമ്മാതാക്കൾക്ക് നേട്ടമുണ്ടാകുമെന്നുമാണ് വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുള്ളത്. ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മസ്ക് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ടെസ്ല അധികൃതർ കഴിഞ്ഞ വർഷം സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത്. അമേരിക്കയിലും ചൈനയിലും ടെസ്ല ശക്തമായ വെല്ലുവിളികൾ തന്നെയാണ് നേരിടുന്നത്. ചൈനീസ് ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ബിൽഡ് യുവർ ഡ്രീം വാഹന വിൽപ്പനയിൽ ടെസ്ലയെ പിന്തള്ളിയിട്ടുണ്ട്. ഇക്കാരണത്താൽ ടെസ്ല മറ്റു വിപണികളിൽ തങ്ങളുടെ സ്ഥാനം ശക്തമാക്കാൻ അതിവേഗം തയ്യാറെടുക്കുന്നുമുണ്ട്. ഇന്ത്യയ്ക്കായുള്ള ടെസ്ലയുടെ പദ്ധതികൾ നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. റോയിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ വിപണിയിൽ $24,000 ഏകദേശം 20 ലക്ഷം രൂപ വിലയുള്ള ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് കാർ നിർമ്മിക്കാനും കമ്പനി പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതിനു പുറമെ ഉയർന്ന മോഡലുകൾക്ക് നികുതി ഇളവ് നൽകണമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ടെസ്ലയുമായി കരാർ ഒപ്പിടുന്നതിനോടൊപ്പം അടുത്ത വർഷം മുതൽ രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാനും വിൽക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ. 2 വർഷത്തിനകം ഫാക്ടറി സ്ഥാപിക്കാനുള്ള സൗകര്യമുണ്ടാകും. ടെസ്ലയുടെ ഇന്ത്യൻ പ്രവേശനം ഏറെക്കാലമായി വാഹന ലോകം കാത്തിരിക്കുന്നത് തന്നെയാണ്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെ ടെസ്ല CEO എലോൺ മസ്കും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ഈ ചർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇതിനുശേഷം ഇന്ത്യയിൽ ടെസ്ല കാറുകൾ പുറത്തിറക്കുന്നതിനെക്കുറിച്ച് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും എലോൺ മസ്ക് സംസാരിച്ചു. 2024ഓടെ ഇന്ത്യയിൽ പ്രധാനമായി നിക്ഷേപം നടത്താൻ തന്നെ ടെസ്ല ആലോചിക്കുന്നതായി കഴിഞ്ഞ വർഷം ജൂണിൽ എലോൺ മസ്ക് പറഞ്ഞിരുന്നു. ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യം അതിവേഗം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷം രാജ്യത്ത് വിറ്റഴിച്ച മൊത്തം പാസഞ്ചർ വാഹനങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ മാത്രം വിഹിതം ഏകദേശം 1.3%. ഇത് ഈ വർഷം ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. മലയാളി വാർത്ത ഇൻസൈഡ്.